ഹലോ ഹലോ ഇതാര് ആരാ നീ ഫ്രണ്ടിൽ പോയല്ലേ അല്ല പോയില്ലെങ്കിൽ നിന്റെ സ്വത്താണാ എന്റെ പണമല്ലടാ കൈയൊക്കെ കരിക്കുന്നു എനിക്ക്. ഒരു വണ്ടിയില്ലേ കോട്ടിട്ടൊരു 3-4 വന്ന് ചെറിയ മുടയെന്ന് തോന്നുന്നു. അവര് എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ മറ്റേ നോർമൽ മറ്റേ ഫ്രീ വണ്ടിയായിരുന്നു, നോർമൽ ഫ്രീ വണ്ടി. എല്ലാരും കോട്ടിട്ടേക്കായിരുന്നു. മിസ്റ്റർ എക്സ് ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടാ. ഞാൻ എടാ അവരിവിടെ ഉണ്ട്, അവർ പമ്പി തന്നെ ഉണ്ട്. ഒന്നാണ് സെക്യൂരിറ്റീസ് സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞു. പക്ഷേ നേരത്തെ സെക്യൂരിറ്റി എന്ന് വെച്ചപ്പോ സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞു. ഇതുപോലത്തെ ഒരു 3-4 പമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇതുപോലത്തെ ഒരു 3-4 സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ആ നീയാണോ പറഞ്ഞേ? നീയാണോ സെക്യൂരിറ്റി? പിന്നെ ഇവര് പറഞ്ഞ നീ അല്ല സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി എന്നാ എനിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ഈ പമ്പിനെ പറ്റി. ഒന്ന് വരാമോ? ഓഫ് ഡ്യൂട്ടിയാ? എന്തൊരു നീ സെക്യൂരിറ്റി എന്നല്ല പറഞ്ഞ? സെക്യൂരിറ്റിക്ക് ഓഫ് ഡ്യൂട്ടിയാ? ഈ എടാ ഇത്ര ഈ നട്ട പകലില് നിനക്ക് ഓഫ് ഡ്യൂട്ടിയാ? നിനക്ക് നൈറ്റ് ഡ്യൂട്ടി ആണോ? ആ എന്നാ വാ നൈറ്റ് ഡ്യൂട്ടി. നിനക്ക് നീ പേടിക്കുന്ന എന്തിനാണ്? ഒരു കാര്യം സംസാരിക്കാനാ. സംസാരിക്കാൻ താല്പര്യമില്ലേ? നീ സെക്യൂരിറ്റി ഇല്ലടാ. പമ്പിന്റെ സെക്യൂരിറ്റിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാ? ആ അതിന് നിനക്ക് എടാ ഒരു സെക്യൂരിറ്റി നമുക്ക് കംപ്ലൈന്റ് പറഞ്ഞൂടെ? ഓൺ ഡ്യൂട്ടി ഉള്ളപ്പോഴേ സംസാരിക്കാൻ പറ്റൂ. പേരെന്തിന്? എന്റെ പേരെന്തിനാണ്? പേര് പറയാനും താല്പര്യമില്ലേ? ആ നമുക്ക് സെക്യൂരിറ്റി അല്ലേ? എനിക്ക് അറിയണം താല്പര്യം ഉണ്ടോ? എന്താ ഇവരാരെന്നല്ല ഇവർ സെക്യൂരിറ്റി എന്നാ പറഞ്ഞ. ഇവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ അമ്മക്ക് ഭയങ്കര മുണപ്പ്. കുറച്ച് നേരം സംസാരിച്ചപ്പോ ആടാ പമ്പില് സെക്യൂരിറ്റിക്കൊക്കെ മുട്ട മുട സംസാരിക്കാൻ പറ്റൂലെന്ന്. എനിക്കറിഞ്ഞൂടാ കോട്ടിട്ടൊക്കെ. നിനക്കെന്ത് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത? പ്രശ്നമാണല്ലോ അപ്പൊ സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ടാ? എനിക്ക് പ്രശ്നമുണ്ടാ? എന്നാ എനിക്ക് പ്രശ്നമുണ്ടാ? എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നീ സംസാരിക്കും. ഇവിടെ സെക്യൂരിറ്റി അല്ലാടാ നീ ഇവിടത്തെ? ആ സംസാരിക്കില്ല. പിന്നെ എന്തിനു നീ ഇവിടെ കുനിഞ്ഞിരിക്കാനാ വന്ന സെക്യൂരിറ്റി ആയിട്ട്? ആണാ? എന്നാ കുനിഞ്ഞില്ലടാ? പിന്നെ നീ സെക്യൂരിറ്റി അല്ലടാ? എന്നാ സെക്യൂരിറ്റിയെ കുനിഞ്ഞിക്കാറാണോ ഉള്ളത് ഇവിടെ? പോണ സെക്യൂരിറ്റി സാമാൻ എന്താന്ന് വെച്ചാൽ കിട്ടിയില്ലേ? പൊക്കടായി മൊണ്ണേ. നിനക്കെന്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കൈവക്കാൻ? നിനക്ക് പൊക്കടാ അങ്ങോട്ട്. നീ ആര്? നീ ആ ചത്തിട്ട് പൊന്തിയാടാ മൊണ്ണേ. എടാ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ശണ്ടന്മാരെ അടിച്ചൊന്നല്ലടാ നീ മൊണ്ണേ. നീ പരമൊണ്ണേ, കൈ കെട്ടിയ പരമൊണ്ണേ. സെക്യൂരിറ്റി കുടിഞ്ഞിരിക്കണം. എടാ പോടാ മൊണ്ണ ഇടിച്ചടന്നു. ആ നിന്റെ പേരെന്തിനാണ്?
ഇല്ലടാ കരഞ്ഞടാ കരഞ്ഞ് തൂറ് നിക്കോടാ അവൻ. എടാ കരഞ്ഞ് തൂറ് നിക്കോടാ. പിന്നെ എന്തിനു കൊണക്കാതറാ നില്ലടാ. എടാ കണ്ടൂടാ സംസാരിക്കാതില്ലടാ. ഇതാര് മെസ്സടിക്കാൻ പറഞ്ഞു നിനക്ക്? നിനക്ക് ആര് മക്കളെ പറഞ്ഞു തന്നെ മെസ്സടിക്കാതിരിക്കാ? ഇങ്ങനെ ഡയലോഗ് അടിക്കണമെന്ന് ആര് പറഞ്ഞു തന്നെ? പറഞ്ഞില്ല പിന്നെ എന്തിനാ കുറയ്ക്കണ നീ? നമ്മൾ മനസ്സിലായി നിന്റെ തലയുടെ മുന്നിൽ കണ്ടിരിക്കുന്നുണ്ടാ. നമ്മൾ പറയും നീ കേക്കും. മനസ്സിലായടാ മൊണ്ണേ? ആ നിന്റെ പേരെന്താ? നിന്റെ പേരെന്താണ്? പുഷ്പ. നിനക്ക് എന്ത് ഫാമിലി ഉണ്ടോ ഇവിടെ? നിനക്കിവിടെ ഫാമിലി ഉണ്ടോ? ഗ്യാങ് ഉണ്ടോ? ഗ്യാങ് ഉണ്ടോ? സിറ്റിസൺ ആണോ? സിറ്റിസൺ എന്താ ഇത്ര മോടാ? സംസാരിച്ചോണ്ടിരിക്കാൻ പഠിച്ചോളണം മോടാ. അല്ലേ നീയല്ല കൊടച്ചത്? ഏറ്റവും കൂടുതൽ കൊടച്ച നീയല്ലേ? പമ്പി വന്നപ്പോഴത്തേക്കും എടാ സംസാരിച്ചില്ലേ? സംസാരിക്കുമല്ലായിരുന്നാടാ? എടാ സംസാരിക്കുമല്ലായിരുന്നാടാ? എടാ സംസാരിക്കുമ്പോ ആണുങ്ങളെ പോലെ സംസാരിക്കാനുള്ള മിനിമം ബോധം കാണിക്കണ്ടടാ. നാണക്കേടല്ലടാ പറഞ്ഞിരിക്കാതെ വരുമ്പത്തേക്ക് കണ്ണെടുത്ത് ഓടിക്കണം. നാണക്കേടല്ലടാ. നീ എന്താ സംസാരിക്കാനാ? നീ എന്താ സംസാരിക്കാനാടാ ഇനി മൊണ്ണേ? നീ എന്താ സംസാരിക്കാനാ നീ? ഊരടാ ഹെൽമെറ്റ്. നീ ആര്? നീ റീഫ്രഷ് അടിച്ചൊക്കെ നിൽക്കും. ഇവൻ ആര്? എടാ രായവനാ ഗ്യാങ്ങോസ് കൊണ്ടുപോടാ. അയ്യോ എടാ നീ പഠിപ്പിക്കല്ലേ മോനെ? നീ പഠിപ്പിക്കല്ലേ? എടാ മോനെ നീ വെടിവെച്ച ഗണ്ണില്ലേ അത് ഊരി താഴെ ഇട്. രായ ഈ ബാബാമോൻ അറിയണോ? ബാബാമോൻ എവിടെ കൈ പൊന്തിക്കടാ. കൈ പോയി പൊന്തിക്കടാ. നീ നിന്റെ ഒരു കൈ താഴ്ത്തിടാൻ പറഞ്ഞേ. പൊന്തിക്കടാ നീ. ഈ ബാബാമോൻ ആരാണ്? നീ വെടിവെച്ചായിരുന്നാടാ? നീ വെടിവെച്ചില്ലേ? നിന്റെ പേരെന്താണ്? ഇവന്റെ പേര് ഇപ്പൊ എന്താ? നിന്റെ പേരെന്തിനാന്ന്? എവിടെ ബാബുമനാരി? അവനെവിടെ? അവിടെ ഈ ബാക്കിയുള്ളവന്മാരൊക്കെ എന്തിയാടാ? ബാക്കിയുള്ളവരാ അമ്മരൊക്കെ എഫ്ഐആർ അടിച്ചു പോയാ? ആൾക്കാരെ വിളിക്കാൻ പോയാ? ഹലോ മക്കളോടെ പോണ? നീ എവിടെ പോണടാ? നീ എവിടെ പോണ? ഇവിടെ ഒന്നില്ലേ? വച്ചാനെ കൈ പൊന്തിക്കടാ. നിന്റെ അടുത്ത് കളിക്കുന്ന കളിയാ. മെസ്സ് കളിക്കണ്ടാരായ ഫോൺ എടുക്കാൻ പറഞ്ഞ നിന്റെ അടുത്ത്. കൈ വെക്കാനല്ല പറഞ്ഞ. കൈ പറഞ്ഞ കൈ പൊക്കി നിൽക്കും. ഒരാൾ നമുക്കൊന്നായിട്ട് സംസാരിക്കാം. ഒരുത്തൻ സംസാരിക്കണരായ കൈ വെക്കടാ. കൈ പൊക്കടാ മുന്നേ. നിന്നോട് ചെവിയാട്ടോ എനക്ക്? എടാ പരമുണ്ണേ. അല്ല ഞാൻ കാര്യം നിനക്ക് നിന്നെ കാണാം. നിനക്ക് ആരും നമ്മളൊക്കെ തത്സമയല്ലേ എങ്ങനെയൊക്കെ കാണിക്കത്തറ? ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മനസ്സിലായില്ലേ? എടാ മോനെ ഇത്രേ ഉള്ളൂടാ. നീ ചുമ്മാ എടാ ഹലോ കേക്കാ നിനക്ക്? എടാ ഈ സെക്യൂരിറ്റി ആയി കഴിഞ്ഞാ നിക്കണ്ടല്ലോ അവിടെ
അവിടെ ഒരു പനയുണ്ട്. അവിടെ പോയിട്ട് നീ നേരത്തെ പറഞ്ഞ പോലെ കുനിഞ്ഞിരിക്കണം, അല്ലാണ്ട് മിണ്ടാ നിക്കണ ഇവിടെ വെറുതെ നിക്കണ എടാ 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 നീയാ കുനിഞ്ഞിക്കോ, നീയാണോ പറഞ്ഞ മൊണ്ണെ, നീയാണോ പറഞ്ഞ കുനിഞ്ഞിക്കോന്ന്? എന്തിനു വർത്താനടാ മൊണ്ണെ, പരമൊണ്ണെ? എടാ പരമൊണ്ണെ, നിന്റെ അതേ പറ്റൂടാ, എടാ അതേ പറ്റൂടാ, മനസ്സിലായ? അതേ പറ്റൂ കേട്ടാ. നിന്നെ കൊണ്ട് എന്താ പറ്റൂടാ മൊണ്ണെ? നിന്നെ കൊണ്ട് നിന്നെ കൊണ്ട് എന്താ പറ്റും? ഫിയർ കളിക്കാരോടാ മൈരേ, നിനക്ക് അറിയാവോ? നിനക്കറിയാവോ? നിനക്ക് എന്താണ് മൈര അറിയാവോ? നിനക്ക് അവൻ കടന്ന് കുണക്കരവൻ. 45 ലക്ഷം വൈറ്റ് കൊടുത്ത് അല്ലെങ്കിൽ നിനക്കൊക്കെ ഉള്ളതാ. നിനക്കൊക്കെ മെസ്സടിക്കണവൻ പരമണ്ണ. പോയിട്ടേ പോയി തൂങ്ങിച്ചാവിടെ എവിടെയും പോയി. ആ ഇതിന് എന്തൊരു കഷ്ടമാണ് ആളിയാ. നമ്മൾ എന്തിറാ ഇവന്മാരൊക്കെ വന്നിട്ട് ചുമ്മാ കൊളാടിച്ചിട്ട് പോയാ മതിയാ. നമ്മള് കാണിക്കുമ്പോ അമ്മമാർക്ക് ഫിയർ ഇല്ല, ഒരു അണ്ടിയും കാണിക്കണ്ടത്. പോടാ 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 പോടാ. ഞാൻ ആലോചിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഈ ടീപ്പിലുള്ളമാര് ഇവിടെ വന്നിക്കണേ, എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ചേരായി ഗ്യാങ്ങിന്റെ പേരെന്തോ? എടാ ഇവന്മാര് ഗ്യാങ് അല്ലെന്നല്ലടാ പറഞ്ഞേ. കത്തിച്ചുറ നീയൊക്കെ കത്തിച്ചാവടാ നീയൊക്കെ. എടാ ദേവേതാടാ ദേവേത് സിറ്റിയിലെ റൂൾസ് അനുസരിച്ച് കളിക്കാൻ വാങ്ങി സിറ്റിയിൽ വരല്ലേ, മനസ്സിലായടാ മുന്നേ കേട്ടാ? സിറ്റിയിലൊന്നും കളിക്കാൻ വരല്ലേ, മനസ്സിലായ? അതല്ലടാ, എന്ന് വെച്ചാൽ ഇവര് നേരെ വണ്ടി കൊത്തിട്ട് ഇവിടെ വന്ന് ബോഡിയുടെ അടിക്ക് വന്നിട്ട് എടാ സ്നൈപ്പർ നിനക്കറിയാം ഈ ബാബാ മോനെ? നമ്പർ ഉറപ്പാണോ? എന്റെ നമ്പർ ചന്ദ്ര മാറക്കട്ടെ. സത്യം പറഞ്ഞ സിറ്റുവേഷൻ ഭയങ്കര ഹലോ ഇങ്ങനെ സംസാരിക്കാൻ നമ്മൾ പമ്പ് വെച്ച് സംസാരിച്ചിട്ട് ഞാൻ ചന്ദ്രപുരത്തല്ല, നമുക്ക് കുഴപ്പമില്ല. നിങ്ങളെ നമ്മുടെ സെക്യൂരിറ്റി നിൽക്കുന്ന കുഴപ്പമില്ല. നമുക്ക് ഇതൊന്നും താല്പര്യമില്ല, സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല ചന്ദ്ര താല്പര്യമില്ലെന്ന്. എടാ ഞാൻ അതായത് നിന്റെ കൂട്ടത്തില് ആ മുടി ഉണ്ടായിരുന്ന ഒരുത്ത കൊണച്ചി അത് ഞാൻ പറഞ്ഞു ചന്ദ്ര. ഞാൻ അല്ല ഈ തോക്കട പിടിച്ച നീയല്ലേ എന്നെ? ഞാൻ എന്തിനായിരുന്നു? അത് നിങ്ങളുടെ കൂടെ ഉള്ള ആള് എടാ എന്ത് ന്യായോടെ നീ പറയണം? നീ പറഞ്ഞത് കുറച്ചൊക്കെ ലോജിക്ക് വേണ്ടടാ മോനെ. ഞാൻ കാര്യം നിന്റെ ചോദിക്കട്ടെ. ഞാൻ അവിടെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. നിന്റെ കൂടെ ഒരുത്ത കൊണച്ചി പറഞ്ഞോളൂ, ഞാൻ പറയുന്നോളൂ. നിന്റെ കൂടെ ഒരുത്ത കൊണച്ചി അന്നേരം തൊട്ട് ഞങ്ങൾ അങ്ങോട്ടോട്ട് സംസാരമായിട്ട് നിൽക്കുകയായിരുന്നു. സ്റ്റിൽ ബ്രോ ഞാൻ ഒരു ഹെൽമെറ്റ് പോലില്ലാണ്ട് നിന്റെ അടുത്തോടെ സംസാരിച്ചോണ്ടിരുന്ന ആ ഒരു ഇതിലാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് നീ തോക്കത്ത് അടിച്ചതിന്റെ കാര്യം എന്തിനാണ്? പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ ചന്ദ്ര, നമുക്ക് ആ ഒരു ഇതിന് താല്പര്യമില്ല. ഞങ്ങൾ പോവാൻ അപ്പൊ സംസാരിക്കാൻ താല്പര്യം നീ തോക്കത്ത് അടിച്ചുവല്ലോ. നീയൊക്കെ എവിടെ പോകണ്ട പിന്നെ നിങ്ങൾ തന്നെയാണ്. എടാ നീയൊക്കെ പറയടാ, നീയൊക്കെ അവിടെ സെക്യൂരിറ്റി ആണ്. ഞാൻ ശരിക്കും ചോദിക്കട്ടെ, നീയൊക്കെ ഈ മുതുക്ക് പമ്പിലെ സെക്യൂരിറ്റി ആണോ അല്ലയോ? നമ്മൾ പറഞ്ഞല്ലോ നമ്മള് നമുക്ക് അല്ല ഇല്ല ഞാൻ ചോദിച്ച ഉത്തരം പറ, സെക്യൂരിറ്റി ആണോ അല്ലയോ? അല്ലെന്ന് പറഞ്ഞു. എടാ നീ എപ്പ അല്ലെന്ന് പറഞ്ഞു? നീ സെക്യൂരിറ്റി എടാ മുതുക്ക് പമ്പിന്റെ ഞാൻ കോട്ടിട്ട് എന്റെ കൂടെ നിന്ന ആള് കുണച്ചപ്പോ ഞാൻ ചോദിച്ചു നീ ആരുടെ ഈ മുതുക്ക് പമ്പിന്റെ സെക്യൂരിറ്റി ആണെന്ന് ചോദിച്ചു. അന്നേരം അവ ഓന്ന് പറഞ്ഞ നിങ്ങൾ എല്ലാരും സമ്മതിച്ച ആ സെക്യൂരിറ്റി തന്നെ മച്ചാനെ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞോണ്ടിരുന്നു ആണോ? ഒരുത്ത കുണച്ച് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോണ ഇവിടത്തെ ന്യായമാണ് ബ്രോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് കേട്ട് നോക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സെക്യൂരിറ്റി അല്ലെന്നാണ് പറഞ്ഞത്. അവനാണ് പറഞ്ഞ സെക്യൂരിറ്റി ആണ്. ഓക്കെ ഇരിക്കട്ടെ ശരി നമ്മള് സിറ്റിസൺ ആണ്. ശരി മച്ചാൻ ഇരിക്കട്ടെ. വേറെ കാര്യം ചോദിക്കട്ടെ,
ഓ ചോദ്യം എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാവല്ല നോക്കിയായിരുന്നോ? നീ എന്നെ അടിച്ചിനോട് ചോദിക്കാണ്, നിന്നെ ഉപദ്രവിക്കാൻ. ഇനി അങ്ങോട്ട് ചോദിക്കട്ടെ, ആ. നിങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ വാണിംഗ് ഫയർ ചെയ്തിരിക്കുകയാണ്, നമുക്ക് ആളുടെ മൈൻഡ് അറിയത്തില്ല, ആള് ചിലപ്പോ നമ്മളെ അടിച്ചിടും. അല്ല, ഞങ്ങളുടെ കൂടെ ഉള്ള ആള് നിനക്കെന്നെ മനസ്സിലായി? നിങ്ങളുടെ കൂടെ നിന്ന് ആരാണ്? സംസാരിക്കാൻ അല്ല, എന്റെ കൂടെ ഇല്ല പോലെ നീ എന്നെ കൂടെ സംസാരിച്ചോണ്ടിരിക്കാറാണല്ലോ. അല്ല ഞാൻ അവിടെ നിങ്ങൾ അടുത്ത് നിന്നാണല്ലോ, എന്റെ അടുത്ത് നിക്കല്ലായിരുന്നു വെച്ചാൽ, എന്റെ അടുത്ത് നിക്കല്ലായിരുന്നു. നമ്മുടെ ഉള്ളമാരാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത അവരെ പുള്ളി സംസാരിച്ചോണ്ടിരുന്നത്. ആര്? ഞാൻ മാത്രമാണ് നിങ്ങളുടെ സംസാരിച്ചോണ്ടിരുന്നത് ബ്രോ. നീ എന്ത് വേണം അനുസരിച്ച് ഞാൻ എടാ ബാബ മോനെ, നിന്റെ കൂടെയുള്ള ആ മുടിയുള്ള അവന്റെ അടുത്തെ അവനാണ് അവിടെ നിന്ന് കൊണച്ചത്. നീയൊക്കെ അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അവൻ അടിച്ചു വന്നിട്ട് അവനെ തൂക്കി തോളിട്ടോണ്ട് പോണവൻ. അതാണ് അതിന്റെ അന്തസ്. മനസ്സിലായ? കാരണം അവനാണ് കൊണച്ചത് ബ്രോ, അവനാണ് കൊണച്ചത്. കൂടെ ഉള്ള മൂഞ്ചിത്തരം കാണിച്ചാലും അത് അക്സെപ്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അക്സെപ്റ്റ് ചെയ്തല്ലോ, അവനാണ് സംസാരിച്ചത്, ഞാൻ പറഞ്ഞല്ലോ. ആ സംസാരിച്ച് നീ എന്തിനാ എന്നിട്ട് അവൻ പോലും അടിച്ചു കൊല്ലാത്തതിന്റെ ഇടയ്ക്ക് അവൻ പറയണം നീ എന്റെ കൂടെയുള്ളവരാണ് അടിച്ചത്, ഞാൻ നിന്നെ അടിച്ചതെന്നാണ് അവൻ ചോദിച്ചത്. അപ്പൊ നിനക്കെന്തിരിക്കണ്ടാ? നിങ്ങളുടെ കൂടെയുള്ള 2-3 പേര് നിങ്ങളെ സൈഡിൽ നിന്ന് ഒരു മിനിറ്റ്. നിന്റെ കൂട്ടത്തിലുള്ളവൻ വന്ന് കൊണ അടിച്ചു, നിനക്ക് വിളിച്ചോണ്ട് പോകാനുള്ള ഇത് നിനക്കുണ്ടോ? ഞാൻ വിളിച്ചോണ്ട് പോയി ബ്രോ, നമുക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. അതാണ് പറഞ്ഞത്. നീ എന്നിട്ട് ചന്ദ്രനെ അടിച്ചിട്ട് നീ അടിച്ചിട്ടോ അടിച്ചിട്ടില്ലേ? അടിച്ചിട്ട് നീ സിറ്റി കൂടെ നടാ നീ കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ അടിച്ചിട്ടില്ല. നീ സിറ്റി കൂടെ നടാ, നീ ഇത്ര എനിക്ക് പറയാവുള്ളൂ. നീ സിറ്റി കൂടെ നടാ, എവിടെയൊക്കെ അടിച്ച് തറ കിടക്കണം നീ അപ്പ കാണാം. ഓക്കെ ആ കേട്ടാ. ഓക്കെ നിന്റെ എക്സ്പ്ലനേഷൻ വേണ്ട, നിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ആവശ്യമില്ല, നീ വിട്ടോ. കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല ചന്ദ്ര. എന്തിനാളിയാ എന്ത് ലോജിക്കടേ എന്ത് ലോജിക്കലായിട്ടാണ് സംസാരിക്കണം? മനസ്സിലാവണല്ലോ. സംസാരിച്ചിട്ട് കാര്യമില്ല, അവന്റെ അടുത്ത് സംസാരിച്ച് കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കാര്യം നോക്കി. എടാ ഇവൻ എനിക്ക് കാശുള്ള തന്നാടാ രായ എപ്പോഴേലും. എടാ ഇവനെ ഈ ഒരു മൊണ്ണനെ എനിക്കറിയാം ഇത് ഇങ്ങനെ തന്നെ വരുമെന്ന്. അല്ല ഇവന് കാശുള്ള തന്നായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അളിയാ ഞാൻ പറഞ്ഞുതരാം, ഇവ ക്യാഷ് അല്ല, ഞാൻ പറഞ്ഞുതരാം. വാ ഞാൻ പറഞ്ഞുതരാം. സ്നൈപ്പിംഗ് എന്നാണ് ആദ്യം മദാര ഉച്ചയുടെ സ്നൈപ്പിന്റെ കൂടെ നടന്നു. എന്നിട്ട് ഇവന്മാരെ മറ്റേ നല്ല രീതിയിൽ ചമഞ്ഞിട്ട് ഇവന്മാർക്ക് എന്തോ പൈസ കൊടുത്താ എന്തോ ചെയ്ത് ഇവന്മാർക്ക്. എന്നിട്ട് സ്നൈപ്പും മദാരയും കൂടി വന്നു. അണ്ണ നല്ല പാവം പയ്യനാണ്, അണ്ണ പാവം മോൻ, ഇവനെ അണ്ണ അന്തേരി കേറ്റോ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഇവനെ കണ്ടു. ഇവർ രണ്ടും പറഞ്ഞതിന്റെ ഒറ്റ പേരിൽ ഞാൻ പറഞ്ഞു, എടാ ഒരു കാര്യം ചെയ്യും, 10 ദിവസം നീ എന്റെ കൂടെ നടാ. 10 ദിവസം നീ എന്റെ കൂടെ നടാ. നീ ആള് ക്ലീൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിന്നെ അവിടെ കേറ്റാന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് 2ാമത്തെ ദിവസമായി ഈ നാട് ഇവൻ പറഞ്ഞു പാട്ടുപാടി കിടക്കണം എന്റെ അന്തേരി കയറ്റി. അതും പോരാഞ്ഞിട്ട് പോയി ബെല്ലാരി എടുത്ത് പോയി വള്ളി എടുത്തേക്കണം. വള്ളി എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ അവിടെ പോയിരുന്ന് എന്നെ അന്തേരി കയറ്റി എന്നൊക്കെ പറഞ്ഞ് മറ്റേ വില്ലിയുടെ അടുത്തൊക്കെ പോയി ചൊറിഞ്ഞു. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ അണ്ണ ഇവൻ വന്ന് ചൊറിയാണ്, എന്തിനാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയടാ അത് വിട്ടേരെ, ഇങ്ങനെ ഇത് കയറ്റിയത്. 2ാമത്തെ ദിവസം ആയപ്പോ ഇവൻ മറ്റേ മുട്ട ഇതായിട്ട് നമ്മളിങ്ങനെ ഇതായപ്പോ ഞാൻ പറയടാ നീ ഇങ്ങനെയാണെങ്കിൽ നിന്നെ ഇതിന്ന് മിക്കവാറും പറഞ്ഞു വിടും, നീ ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുവാണെങ്കിൽ. ഇത് കഴിഞ്ഞിട്ട് ഇവ ഓസിയില് അവിടെ പോയി റോളൊക്കെ ചോദിച്ചേക്കണേ നീകളുടെ അവിടെ ആകാം. മനസ്സിലായോ? ഇവ ഒറ്റ ദിവസത്തിന്റെ ഇതില്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാ ഇങ്ങനെ നടക്കണേ, നിന്റെ കൊണ്ട് നടക്കണേൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ ചുമ്മാ പറഞ്ഞു ഞാൻ. നീ വാണിംഗ് ഫയർ എന്തെങ്കിലും കൊടുത്തായിരുന്നോടാ അവന്മാർക്ക്? നീ അല്ല നീ ഞാൻ അവിടെ മിണ്ടിയതുമില്ല, ചന്ദ്രനെ അടിച്ചുകൊണ്ടപ്പോഴാണ് ഞാൻ അടിച്ചു. അത് കഴിഞ്ഞ ശേഷമാണ് അവൻ നിന്റെ കൂടെ നടക്കാൻ തുടങ്ങി. അപ്പൊ സ്നൈപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്നൈപ്പ് ആരും എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അണ്ണ ഇപ്പൊ ബാബുമോ ചന്ദ്രന്റെ കൂടെയാണ് നടക്കണത്. സ്നൈപ്പ് ആണെന്ന് തോന്നുന്നു പറഞ്ഞു. ചന്ദ്ര എനിക്ക് വന്നിട്ട് ഇവനില്ല ചന്ദ്ര 5 കോടിയോ 2 കോടിയോ എന്തൊക്കെ കൊണ്ടുവന്ന് തന്നു. അല്ല എനിക്ക് കാശ് തന്നിട്ടില്ല, എനിക്ക് ഓർമ്മ കൂടി ഇല്ല. ചന്ദ്രൻ അന്ന് ബീച്ച് സൈഡ് വെച്ച് 30 ലക്ഷം രൂപ അന്ന് അവൻ AJ എന്തോ ആയിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പിറ്റേ ദിവസം ഇവ AJ കയറി. അടുത്ത പിറ്റേ ദിവസം അതായത് ഞാനുമായിട്ട് സംസാരമായിട്ട് പിറ്റേ ദിവസം AJ കയറി. ഞാൻ നീ AJ ഗാങ്ങി കയറിയോ? അപ്പൊ പറഞ്ഞു ആ അണ്ണാ നിങ്ങൾ എന്നെ പിരിച്ചുവിട്ടെന്നല്ലേ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ AJ പോയി കയറി. ഒരുമാതിരി ആയിപ്പോടാ. ഞാൻ ചോടാ ഇതെന്തിരിത് ഇങ്ങനെയാണെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു. ഓക്കേടാ ശരിയാണെന്ന് പറഞ്ഞ 2-3 ദിവസം ഇതായിട്ടായിരുന്നു. മെനിഞ്ഞാന്ന് രാവിലെ ഞാൻ വന്നപ്പോ എന്റെ അടുത്ത് വന്നു, അണ്ണാ ഞാൻ AJ കയറിയതേ ഉള്ളൂ, പക്ഷെ ഞാൻ നിങ്ങളായിട്ട് ഒരു സിറ്റുവേഷനും വരത്തില്ല, ഒരു ഇതില് ഞാൻ നിങ്ങളെ അടിക്കുക പോലും ചെയ്യൂല. ഞാൻ പറയണം നീ ഒരു ഗ്യാങ് കയറി, നീ ഇനി അങ്ങനെ വിചാരിക്കുക. ഇപ്പൊ നിന്റെ ഗ്യാങ് അതാണ്, നീ നിന്റെ ഗ്യാങ്ങിന് പ്രയോറിറ്റി കൊടുക്കണം. നീ ഇങ്ങനെ പല ഗ്യാങ്ങിലോട്ട് ഇങ്ങനെ പോകല, അല്ലെങ്കിൽ നമ്മളെ
ഇനി അവരെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോയപ്പോഴേ കേജിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ദിവസം RVS കയറിയിരിക്കണ്. ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി ഏതോ കൊച്ചു അല്ല ഏതോ കൊച്ചു വേനടാ. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അതെല്ലാം പോരാഞ്ഞിട്ട് അവൻ എന്റെ അടുത്ത് ഒരു ഡയലോഗ് എടുത്തു, TVയിലുള്ളവർ ആരെടുത്തും സിറ്റുവേഷൻ ഉണ്ടാക്കില്ല, എന്നിട്ട് ഇന്ന് വന്ന് ചന്ദ്രനെ അടിച്ച് കൊല്ലുകയും കൊണ അടിച്ചവനല്ല കൊന്നത്, ഇവ അങ്ങ് അടിച്ച് കൊല്ലുകയും ചെയ്തു. ചന്ദ്ര ഇവനില്ലേ നമ്മുടെ ഇതിൽ കയറണം, നമ്മുടെ കൂടെ നടക്കണം, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു നടന്നിട്ട് അത് മാത്രമല്ല ചാറ്റിലും പോയി പറയാറുണ്ടായിരുന്നു. അത് എന്റെ അടുത്ത് പറഞ്ഞു പുറത്ത് ചാറ്റിൽ വന്നിട്ട് പിള്ളേരെ പറഞ്ഞോട് ഇവൻ ലൈവാണ്. ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞേക്കണ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ സംസാരിച്ച രീതി ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്താ ചന്ദ്രൻ സംസാരിച്ചു വെച്ചപ്പോ അവൻ ഓർമ്മയില്ല, അടിക്കണം തന്നെയായിരുന്നു അവന്മാരുടെ ഉദ്ദേശം. അതിനാണ് സംഭവം. എന്താ ചോദിച്ചത്? ഞാൻ ഉള്ള കാര്യം പറയണം. ഓരോരുത്തമാര് ഇങ്ങനെ വരും. ഇപ്പൊ കണ്ടല്ലേ, ഇതുകൊണ്ടാണ് ഒരുത്തനെ അടുപ്പിക്കാത്തത്. മനസ്സിലാ, കൂടെ നിന്ന് വലിപ്പിക്കണ സ്വഭാവമാണ് കുറെ എണ്ണത്തിന്. ഇന്ന് രാവിലെ ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ കയറിയപ്പോഴേ മറ്റേ ഇതിൽ മഞ്ഞപ്പത്രത്തിട്ടേക്കണ്, ഇനി ഏതെങ്കിലും മെമ്പർ ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിൽ ഞാൻ കേറാന്നും പറഞ്ഞിട്ട് നോക്കിയാ നോക്കി. ഇപ്പൊ അതിൽ കിടപ്പുണ്ട്. സൂപ്പർ 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 സൂപ്പർ. എന്തായാലും അവനെ ഉറച്ചു നിൽക്കണം. ഞാൻ നോക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാളെ അവന്റെ അടുത്ത് സംസാരിക്കേണ്ട വിടന്ന്. മനസ്സിലായി, സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് എന്ന് പറയും, നേരെ തിരിച്ചു കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട വിടന്ന് പറഞ്ഞത്. കേട്ടില്ല 4 മണിക്കൂർ ഒരു അനോണിമസ് വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ. ഇങ്ങനെ പരിചയപ്പെട്ടിട്ട് 4 ദിവസമേ ഉള്ളൂ. ഇപ്പൊ ഇത്ര ഗ്യാങ് കയറി 2 ഗ്യാങ് കയറി 4 മണിക്കൂർ മുമ്പ് നോക്കിയാൽ മതി. മെസ്സേജ് വേണ്ട സംസാരിക്കണം പോണ്ട. ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് എടാ ഇവന്മാർ ഇവിടെ വന്ന് നിക്കായിരുന്നു പെട്രോൾ അടിക്കാൻ. ഞാനും അലീനയും സൗത്തും പിന്നെ മറ്റേ പയ്യല്ലേ നമ്മുടെ മറ്റേ ജെസ്സി സൂര്യബോസും കൂടി നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ വരായിരുന്നു. പെട്രോൾ അടിക്കുന്നപ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം കൂടെ നിൽക്കുന്നു. അന്നേരം ഞാൻ എന്തോ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ആരോ ഒരാളൊന്ന് ചോദിച്ചിട്ട് എന്താ അങ്ങനെ എന്തോ ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ വെച്ചാനെ. അപ്പോൾ പറഞ്ഞ് അവൻ എന്തോ തിരിച്ചെന്തോ പറഞ്ഞിട്ട് മറ്റേ പെട്രോൾ അടിച്ചിട്ട് പോടാന്നാ അങ്ങനെ എന്തോ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ തുടങ്ങിയ സംസാരമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ എന്തോ ആ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായിട്ട് തുടങ്ങിയതാണ്. എന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതാ ഞാനും സൗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അവന്മാരായിട്ട്. ഇതേതോ കൊച്ചു വേണം. മനസ്സിലായില്ലേ? അതിന്റെ കാര്യം കേൾക്കുമ്പോ അറിയായിരുന്നു ഇവൻ എനിക്ക് എത്ര രൂപ എനിക്ക് ഓർമ്മയില്ല. ഞാൻ 5ന്റെ പൈസ മേടിച്ചിട്ടില്ല. എനിക്ക് തരാൻ പോയപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, കയ്യിൽ വെച്ച് നോക്കാൻ പറഞ്ഞു. ഒയ്യോ എന്തോ ഭാഗ്യം. സിറ്റി കത്തുന്നുണ്ടോ? കൊണ്ടുപോലും ഇവിടെ ഒരുത്തനുണ്ടല്ലോ വലിയ 20 കോടി അറിയുന്ന വാങ്ങിയവൻ. അല്ലേ ആര് വാങ്ങിച്ചു? എവിടുന്ന് വാങ്ങിച്ചു? ബുള്ളറ്റ് ഒക്കെ തന്നെ ബനാന പഴം എന്തോ കൂട്ടിവെച്ച സാധനം തരാം. അത് കുറച്ചിട്ടാണ്. നോക്കാം അടുത്ത് വെച്ച് അറിയാണ്ട്. എന്താടാ ഇവന്മാര് മറ്റവന്റെ കേസ് അവിടെ ചത്തിടുന്നില്ല ഒരുത്തൻ മറ്റേ അടിച്ചൊന്നുമില്ല നമ്മള് പുഷ്പ എന്ന് പറയണവേ. അവനാണ് കുണച്ചത്. അവൻ കുണച്ച എന്നെ അടിച്ചു വന്നേക്കണ്. വല്ലാത്ത കഴ എന്നോട് കളി. എനിക്ക് സത്യം പറഞ്ഞ പൊളിഞ്ഞരായ എനിക്ക് പൊളിഞ്ഞത് ഇവ മറ്റേ എന്തോന്ന് ഗണ്ണ് കൈവക്കാൻ പറഞ്ഞപ്പോ ആദ്യം കൈപൊക്കി നിന്നാടാ. അവന് മനസ്സിലായി നമ്മളെ മറ്റേ ഗണ്ണ് എടുക്കാൻ വേണ്ടിട്ടാണ്. അല്ല കൈപൊക്കാൻ പറഞ്ഞു ഇവന്മാര്. അപ്പൊ അവ കൈ ആദ്യം പൊക്കി എന്നിട്ട് കൈ അങ്ങ് താത്തു. കൈ താത്ത നമുക്ക് റോബ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായ? അതിന് ഇവൻ താത്ത് പൊക്കി അതെനിക്ക് മനസ്സിലായി. ഉടനെ അവൻ പറഞ്ഞു ബക്കാന്ന്. എനിക്ക് അതും കൂടി കൈ 4 പേര് വളഞ്ഞിരുന്ന് എയിം ചെയ്യണം. അവന് കൈ പൊക്കാൻ പറ്റത്തില്ല. അവനതിന് പിസ്റ്റല് മാത്രമേ കിട്ടിയുള്ളൂ. ഇങ്ങനത്തെ സത്യം പറഞ്ഞ മൈൻഡ് ഫക്ക് പോലും ഇല്ലാത്ത കൂടി മറ്റേ മാല കോപ്പി അടിച്ചാട്ടാ നീ. ഞാൻ ഇത് കുറച്ച് ദിവസമായിട്ടിട്ട് എന്നിട്ട് നമ്മുടെ സെയിം ആണത്. അല്ലല്ല ഈ സെയിം മാല എന്റെ ഉണ്ട്. ഞാൻ ഇപ്പഴേ മാല വേറെ ഇവിടെ 5 എണ്ണം ഉണ്ട്. മൊത്തത്തിൽ 5 ടൈപ്പ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി തിരിച്ചെങ്കിടാ.
വിതിൻ ബ്രോ ഒക്കെ ഞാൻ ഡ്യൂട്ടിയിലാണ് അതാണ്. ഓ വിതിൻ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 500 സൂപ്പർ ചാറ്റ്. സൂപ്പർ ചാറ്റ് ഇങ്ങനെ ആരാണ് കുമ്പിടിയാ? താങ്ക് യു സോ മച്ച് വിതിൻ ബ്രോ. രായ അന്തേരിയിലാണെങ്കിലും ഇവന്മാരൊക്കെ എടുക്കുമ്പോഴാ നീ ഇപ്പൊ അന്തേരിയിലൊക്കെ നോക്കി അതാണ് ഞാൻ എടുക്കുമ്പോഴേ നോക്കി കണ്ട് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അവ എന്ത് ഇന്റൻഷനാണ് വരുന്നത് എനിക്ക് അറിയാം. ഉള്ളവരെ എടുക്കത്തുള്ളൂ. ഞാൻ ഒരു വിത്ത് മാത്രമേ മൂഞ്ചിപ്പോയുള്ളൂ. മനസ്സിലായോ? എനിക്കൊരു 3-4 വിത്ത് മൂഞ്ചി ഒരിക്കൽ. അതാ പറഞ്ഞ എടാ, ആദ്യമേ വരുമ്പോ നമ്മളെല്ലാം എടുത്ത് കൊടുക്കല്ലേ. ഒരു 2-3 ആഴ്ച ഒരു വില പോലും ഇല്ലാതെ നോക്കിക്കൊണ്ടിരണം. അപ്പൊ അവര് നിക്കും. മനസ്സിലാവും. ഒരു ഒന്നര ആഴ്ച 2-3 ആഴ്ച ആകുമ്പോ അവന്റെ ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാവും നമുക്ക് തന്നെ. അത് കഴിഞ്ഞിട്ട് പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ കേറ്റാവും. ഞാൻ അങ്ങനെയാണ് ഫോം ചെയ്തെടുത്ത. ബെല്ലാരീനെ അന്തേരിനെ അങ്ങനെ തന്നെയാണ് ഫോം ചെയ്തെടുത്ത. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്താ നിക്കോടാ. മനസ്സിലായി? ഇത്രയും ഒന്നും കാണില്ല. ആ ഒരു കമ്മിറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. അവർക്കില്ല. എന്നാൽ അവർ നിക്കണണ്ടില്ലേ? അതാണ്ട്രാ ഞാൻ പറഞ്ഞ. അങ്ങനെയുള്ളവര് മാത്രം മതി. അങ്ങനെ ഒരാള് മതി. അതിൽ തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചേട്ടാ, നീയാണല്ലേ അവിടെ വാണിഫെയർ കൊടുത്തേ? ഓ ഇല്ല, ഒന്നും ഞാൻ ഒന്നും ചെയ്യില്ല. മിണ്ടാണ്ട് അവിടെ വന്ന് പിന്നെ അവന്റെ ടിവിയുടെ വണ്ടി കണ്ടപ്പോഴേ അമ്മമാർക്ക് മനസ്സിലാവുമ്പോ എഴുതി ഈ ചത്തെന്ന്. മനസ്സിലായില്ലേ? ഞാൻ മേടിക്ക് ചുമ്മാ മേടിച്ചു ഞങ്ങള്. അന്നേരം ബാബുമോൻ കയറി ഷോ കാണിക്കാൻ നോക്കിയാണ്. ബാബുമോൻ നോക്കിയപ്പോഴത്തേക്കും ഒരു വണ്ടിയേ ഉള്ളൂ, ഇപ്പൊ അടിച്ച് തീർക്കാന്ന് പറഞ്ഞ് അവൻ നോക്കിയപ്പോഴത്തേക്കും ഹെൽമെറ്റും ഇല്ല. പെട്ടെന്ന് കൊല്ല എന്ന് വിചാരിച്ച് അടിച്ചാണ്. മനസ്സിലായ?